ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മജ്ബൂസാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് കുക്കറിലാണ് വെക്കണത് കേട്ടോ. ഇതിലാവുമ്പോൾ ഈസി ആയിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് വെന്തും കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ഉരുകിയതിന് ശേഷം നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന മസാലകൾ, ഞാനിപ്പോൾ ബേ ലീഫ്, കരയാമ്പൂ, പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആവശ്യത്തിന് വെള്ളം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വീതമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തിളച്ചൊന്നും വരത്തില്ല, നമ്മൾ ഡയറക്റ്റ് അരി ഇട്ട് കൊടുത്ത് വെന്ത് സെറ്റായി വരും. അതാണ് ഈ റൈസ് കുക്കറിൽ ഞാൻ വെക്കണത് തന്നെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായതുകൊണ്ട് ഇതിൽ വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 കപ്പ് അരി ഞാൻ വെക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്കൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണയോ, ഞാനിപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, നെയ്യ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തു. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത്, ഒരു 3 ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കണേ. കൂടാതെ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ, എരിവനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ വെളുത്തുള്ളി 3 പീസ് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് നന്നായി വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ ഒരു കൂട്ടുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല, അതുകൊണ്ട് ആവശ്യത്തിന് എരിവ് അനുസരിച്ച് പച്ചമുളക് എടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അതുപോലെ ചെറിയൊരു പുളിപ്പ് കൂടി കിട്ടും. അതായത് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല, തൈര് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. തക്കാളി എക്സ്ട്രാ ആഡ് ചെയ്യുന്നവർ തൈര് കുറച്ച്, അതായത് 2 സ്പൂൺ എന്നുള്ളത് 1 സ്പൂണാക്കി ഇട്ട് കൊടുക്കണം. തൈര് ആഡ് ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും തൈര് മജ്ബൂസിന് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. 250 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 250 ഗ്രാം ഓക്കെ ആണ്. നിങ്ങൾ അരിയുടെ അളവ് കൂട്ടണതിനനുസരിച്ച് ചിക്കനും കൂടി കൂട്ടിയെടുത്തോളണം. അപ്പോൾ ഈ കൂട്ടിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. 1 കിലോ അരിക്കാണ് വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോ ചിക്കൻ മതിയായിരിക്കും കേട്ടോ. മസാല കുറഞ്ഞു പോകരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചിക്കനൊന്ന് വെന്ത് കിട്ടണം അല്ലേ, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 250 ഗ്രാം ചിക്കനെ എടുത്തിട്ടുള്ളൂ, അതിൽ നിന്ന് എന്തോരം വെള്ളം വരും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ചിക്കൻ സ്റ്റോക്ക് ഞാൻ 1 പീസേ ഇടുന്നുള്ളൂ, അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും നമുക്ക്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ലാസ്റ്റാണ് ഞാൻ കുറച്ച് മസാല തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കണേ, അധികം വെള്ളം ചേർക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ, അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എടുത്ത് നോക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ചിക്കൻ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഗ്രേവി സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ചോറ് റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ തുറന്നൊന്നും നോക്കിയില്ല. അപ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അധികം ചിക്കനിലിട്ടായാലും അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കംപ്ലീറ്റ് റൈസും നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് ശരിക്കൊരു യെല്ലോയിഷ് കളറായിരിക്കും. ആവശ്യമുള്ളവർക്ക് ഒരു റെഡ് കളറൊക്കെ ഒന്ന് തൂവിക്കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ റൈസ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ നെയ്യും കുറച്ച് ഗരം മസാലയും, ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ തൂവിക്കൊടുക്കുക. നമ്മൾ ചിക്കനിലേക്ക് മസാലപ്പൊടിയൊന്നും ചേർത്തിരുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലായിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡിയാണ്. ഇത് നമ്മുടെ സർലാസ് അല്ലെങ്കിൽ സലാഡിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളല്ലേ. ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. സലാഡ് ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെ ഒന്നും ചേർക്കലില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ആണ് മജ്ബൂസ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ തീരുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് ഉടൻ വരാം. താങ്ക് യു.